ആഫ്റ്റർനൂൺ ടു ആൾ. ഇന്ന് നമ്മൾ യൂണിറ്റ് 3 ബിയോണ്ട് ദ ഹൊറൈസൺ എന്നുള്ള യൂണിറ്റിൽ ലാസ്റ്റ് ഒരു ചാപ്റ്റർ ആയിട്ടുള്ള ദ സാക്രഡ് ടേർട്ടിൽസ് ഓഫ് കടവു എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. Travels at times crosses the frontiers of a mere exploration of the physical features of a landscape and takes us far beyond to the exploration of the real self of a land, which is embedded in its customs, traditions and rituals. Here is a travel experience that acquaints us with a strange ritual on a Fijian island, Riron. അപ്പോൾ ഇതിൽ പറയുന്നത് ട്രാവൽ അറ്റ് ടൈംസ് അക്രോസ് ദ ഫ്രോണ്ടിയേഴ്സ് ഓഫ് എ മിയർ എക്സ്പ്ലോറേഷൻ ഓഫ് ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് എ ലാൻഡ്സ്കേപ്പ്. എന്താ പറയുന്നത്, ഒരു പ്രകൃതി ദൃശ്യം കാണുന്നതിലപ്പുറം, ഒരു പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുന്നതിലപ്പുറം ഒരുപാട് നമുക്ക് എന്തൊക്കെയോ ഈ യാത്രകൾ നമുക്ക് തരുന്നുണ്ട്. വേറെ കുറേ അനുഭവങ്ങൾ നമുക്ക് തരുന്നുണ്ട്. അതെന്തൊക്കെയായിരിക്കാം? and takes us far beyond to the exploration of the real self of a land, which is embodied in its customs, traditions and rituals. നമ്മൾ ഓരോരോ യാത്ര ചെയ്യുമ്പോഴും അവിടുത്തെ കൾച്ചറിലേക്കും അവിടുത്തെ പാരമ്പര്യത്തിലേക്കും അവിടുത്തെ ആചാരങ്ങളിലേക്കും എല്ലാം നമ്മളതിനെ കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത്. ഹിയർ ഇസ് എ ട്രാവൽ എക്സ്പീരിയൻസ്. ഇവിടെ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ആണ് നമുക്ക് കാണിക്കുന്നത്. ദാറ്റ് അക്വൈൻറ്റൻസ് ആസ് വിത്ത് എ സ്ട്രേഞ്ച് റിച്വൽസ് ഓൺ എ ഫിജിയൻ ഐലാൻഡ്. എന്താ പറയുന്നത്, ഫിജിയൻ ദ്വീപിലെ വളരെ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ആചാരത്തിലേക്കാണ് ഈ ഒരു അനുഭവം നമുക്ക് പറയുന്നത്. ഒരു യാത്രാനുഭവമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ആണ്. എവിടുത്തെ ട്രാവൽ എക്സ്പീരിയൻസ് ആണ്? ഫിജിയൻ എന്ന് പറയാം. ഫിജിയൻ ദ്വീപിലെ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള വളരെ വിചിത്രമായിട്ടുള്ള ഒരു ആചാരത്തിലേക്കാണ് ഈ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് നമ്മളതിനെ കൊണ്ടു ചെല്ലുന്നത് എന്നാണ് പറയുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ദ സാക്രഡ് ടേർട്ടിൽസ് ഓഫ് കടവു. അത് പറയുന്നത് എന്താ? സാക്രഡ് ടേർട്ടിൽസ് പറഞ്ഞെന്താ? കടവു എന്നുള്ള ദ്വീപിലെ നല്ല കടലാമകൾ. ടേർട്ടിൽസ് പറഞ്ഞാൽ കടലാമകൾ. സേക്രഡ് പറഞ്ഞാൽ നല്ല പവിത്രമായ, നല്ല പാവങ്ങളായ, വിശുദ്ധരായ എന്നൊക്കെ പറയില്ലേ, അതാണ് സാക്രഡ് ടേർട്ടിൽസ് ഓഫ് കടവു എന്നതിൻ്റെ മീനിങ്. ഓൺ ദ ഐലൻഡ് എന്തൊക്കെയാണ് ആചാരങ്ങൾ, വിചിത്രമായ ആചാരങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. കടവു, ഓൺ ദ ഐലൻഡ് ഓഫ് കടവു ആൻഡ് പ്രൊനൗൺസ്ഡ് ഇൻ കണ്ടാവു. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പ്രൊനൗൺസ് ചെയ്യാം. വൺ ഓഫ് ദ ലാർജർ ഐലൻഡ്സ് ഓഫ് ദ ഫിജി ഗ്രൂപ്പ് ആൻഡ് സം 50 miles ബൈ വാട്ടർ ഫ്രം ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് സുവ ഈസ് ദ ഫിജിയൻ വില്ലേജ് ഓഫ് നമുവാന എന്ന് പറയുന്നത്. ഫിജി ഗ്രൂപ്പിലെ ഏറ്റവും വലിയ ദ്വീപുകളിലൊന്നാണ് ഈ കടാവു എന്ന് പറയുന്നത്. കടാവു എന്ന് പറയുന്നത് ഫിജിയൻ ദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപുകളിലൊന്നാണ്. അതേപോലെ തന്നെ ആൻഡ് സം 50 miles ബൈ വാട്ടർ ഫ്രം ദ one of the larger islands of the Fiji group and some 50 miles by water from the capital city of Suva. സുവ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ തലസ്ഥാനത്ത് നിന്നും കടലിലൂടെ 50 miles നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്തുന്നത് എവിടെയാണ്? ഫിജിയൻ ഗ്രാമമായിട്ടുള്ള നമുവാനയിലാണ്. നമുവാന എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ എത്തുന്നത്. എന്താ പറയുന്നത്? സുവ എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ തലസ്ഥാനത്ത് നിന്നും നമ്മൾ കടലിലൂടെ 50 miles സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചേരുന്നത് ഫിജിയൻ ഗ്രാമമായിട്ടുള്ള നമുവാന എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ. And Namuana nestles at the foot of a beautiful day adjacent to the government station in Vunisi Harbour. അപ്പോൾ എന്താ പറയുന്നത്, ഈ വുനീസി ഹാർബർ, അതായത് വുനീസി തുറമുഖത്തിൻ്റെ ഗവൺമെൻറ് സ്റ്റേഷനോട് തൊട്ട് കിടക്കുന്ന മനോഹരമായ നല്ല ഭംഗിയുള്ള ഒരു മലയിടുക്കുണ്ട്. നമുവാന നെസ്റ്റൽസ് അറ്റ് ദ ഫൂട്ട് ഓഫ് എ ബ്യൂട്ടിഫുൾ bay adjacent to the government station in Vunisia Harbour here. Vunisia Harbour ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ വുനീസി തുറമുഖത്തെ ഗവൺമെൻറ് സ്റ്റേഷനോട് തൊട്ട് കിടക്കുന്ന വളരെ ഭംഗിയുള്ള ഒരു മലയിടുക്കുണ്ട്. ആ മലയിടുക്കിന് താഴെയാണ് നമുവാന എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. And here the island of Kadavu narrows down to an isthmus and by climbing the hill behind Namuana village. അപ്പോൾ എന്താ പറയുന്നത്, ഇവിടെ ഈ കടാവു എന്ന് പറഞ്ഞ ദ്വീപ് ഒരു കരയിടുക്കായിട്ട് ചുരുങ്ങി, നാരോ ഇതായിട്ട് ഇങ്ങനെ ചുരുങ്ങി കാണപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ്
one can stand on the saddle and look out to the sea, to the south and to the north. പണ്ട് പോയ നാളുകളിൽ ഇവിടുത്തെ ആൾക്കാർ ഇവിടുത്തെ സ്റ്റാൻഡ് സാഡിൽ ആൻഡ് ലുക്ക് ഔട്ട് ടു ദ സീ, ടു ദ സൗത്ത് ആൻഡ് ടു ദ നോർത്ത്. പോയ നാളുകളിൽ ഇവിടുത്തെ യോദ്ധാക്കൾ, അതായത് യുദ്ധം ചെയ്യുന്ന ആൾക്കാർ എന്താണ് ഈ ദ്വീപിൻ്റെ സൗത്ത് ആൻഡ് ടു ദ നോർത്ത്, കിഴക്കും പടിഞ്ഞാറും ഈ ചുറ്റിയുള്ള ഇങ്ങനെ ചുറ്റിയുള്ള യാത്ര ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരുടെ വഞ്ചികൾ എന്ത് ചെയ്യും? ഒന്നുകൂടി നോക്കൂ. ലെജൻസ് ലുക്ക് ഔട്ട് ടു ദ സീ, ടു ദ നോർത്ത്. ലെജൻഡ് സേസ് ദാറ്റ് ഇൻ ദ ഡേയ്സ് ഗോൺ ബൈ ദ വാരിയേഴ്സ് ഓഫ് കടവൂസ് ലിഡ് ദെയർ കാനോസ് ഓൺ ദ റോളേഴ്സ് അപ്പ് ഓവർ ദ നാരോ നെക്ക് of land to save the long journey around the east and the west of കടവു ഐലൻഡ്. അപ്പം എന്താ പറയുന്നത്? ഈ പോയ നാളുകളിൽ ഇവിടുത്തെ വാരിയേഴ്സ്, അതായത് ഇവിടുത്തെ യോദ്ധാക്കൾ ഈ ദ്വീപിൻ്റെ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, കിഴക്കും ഈ ദ്വീപിൻ്റെ കിഴക്ക് പടിഞ്ഞാറും ഇത് കൂടെയുള്ള ചുറ്റിയിട്ടുള്ള ഈ യാത്ര ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഇത്രയും അങ്ങനെ ചുറ്റി സഞ്ചരിക്കേണ്ട അതിനുള്ള അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ആ യാത്ര ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? തങ്ങളുടെ വഞ്ചികൾ ഈ ഇടുങ്ങിയ ഈ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നീക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കാതിരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും? ഈ നീണ്ട യാത്രകൾ ഒഴിവാക്കാനായിട്ട് അവരുടെ വഞ്ചികൾ ഈ ഇടുങ്ങിയ കരയിടുക്ക് വഴി ഉള്ളിൽ കൂടെ ഇങ്ങനെ തള്ളി നീക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അതാണ് അവിടുത്തെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ്. ദ വിമൺ ഓഫ് നമുവാന വില്ലേജ് സ്റ്റിൽ പ്രിസേർവ് എ വെരി സ്ട്രേഞ്ച് റിച്വൽ. ആൻഡ് എന്താ പറഞ്ഞത്? ദ വിമൺ ഓഫ് നമുവാന വില്ലേജ് സ്റ്റിൽ പ്രിസേർവ് എ വെരി സ്ട്രേഞ്ച് റിച്വൽ. സ്ത്രീകളോ ഇപ്പോഴും വെച്ച് പുലർത്തുന്ന ഒരു സ്ട്രേഞ്ച് റിച്വൽ, ഒരു വളരെ വിചിത്രമായിട്ടുള്ള ഒരു ആചാരമുണ്ട്. അതെന്താണെന്ന് നോക്കിക്കോളൂ. ദാറ്റ് ഓഫ് കോളിംഗ് ടേർട്ടിൽസ് ഫ്രം ദ സീ. എന്താണ്? ഈ കടലാമകളെ കടലിൽ നിന്നും വിളിക്കുക. If you visit Namuana village to see the turtle calling, your schooner anchors in a beautiful bay right under the cliffs of a rocky headland. അപ്പോൾ എന്താ? നമുവാന വില്ലേജിലെ സ്ത്രീകൾ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു വിചിത്രമായിട്ടുള്ളൊരു ആചാരമാണ് ഈ കടലിൽ നിന്ന് ആമകളെ വിളിക്കുക എന്ന് പറയുന്നത്. ഈ ആമകളെ ക്ഷണിക്കുന്നത് കാണാൻ വേണ്ടി നമ്മളൊക്കെ ആ നമുവാനയ്ക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എവിടെയായിരിക്കും നമ്മളെ ബോട്ട് ഇടുന്നത്? നോക്കൂ. യു ആർ സ്കൂണർ ആൻഡ് ആങ്കേഴ്സ് ഇൻ എ ബ്യൂട്ടിഫുൾ ബേ ദ റൈറ്റ് അണ്ടർ ദ ക്ലിഫ്സ് ഓഫ് എ റോക്കി ഹെഡ്ലാൻഡ്. നമ്മളിപ്പോൾ ആ ഒരു ആചാരം, ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട്, ആ ആമകളെ വിളിക്കുന്ന കാഴ്ച കാണാൻ വേണ്ടിയിട്ട് നമുവാനയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബോട്ട് എവിടെയാണ് നങ്കൂരിടുന്നത്? കൂറ്റൻ പാറക്കെട്ടിന് താഴെയുള്ള ഒരു മനോഹരമായ നല്ല ഭംഗിയുള്ള ഒരു ഉൾക്കടലിലായിരിക്കും നമ്മളുടെ ഈ ബോട്ട്സുകളൊക്കെ വെക്കുന്നത് എന്നാണ് പറയുന്നത്, പാർക്ക് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ആൻഡ് അണ്ടർ ദ എവിടെത്തി rocky headland, you land on the beach and then either sit on the rocks under the bluffs on the beach or climb a rocky tract to a point some 150 or 200 feet up the rock face. അപ്പോൾ എന്താ നിങ്ങൾക്ക് അപ്പോൾ എന്ത് ചെയ്യാം? നമ്മൾ കാണാൻ പോയിരിക്കില്ല, ആ ബീച്ചിൽ ചെന്നിട്ട് ആ പാറകളിൽ ചെന്നിട്ട് ഇരിക്കാം. അല്ലെങ്കിൽ 150 or 200 feet up the rock face. അതല്ലെങ്കിൽ ഈ 150 200 അടിപ്പാറയുടെ മുകളിൽ നമുക്ക് കയറാം. ആൻഡ് will assembled here have you splendid view. Here you have a splendid view. അവിടെ കയറി നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാം? വളരെ മനോഹരമായിട്ടുള്ള ഒരു സീൻ കാണാം, ഒരു ദൃശ്യം കാണാം എന്നാണ് പറയുന്നത്. ആൻഡ് rock face. Here you have splendid view and will find assembled all the maidens of the village of Namuana singing a strange chant. അപ്പോൾ അവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാം? വളരെ ഭംഗിയുള്ള സീൻസ് കാണാം. അതേപോലെ തന്നെ ആൻഡ് സിംഗിങ് എ സ്ട്രേഞ്ച് ചാൻറ്റ്. ആൾ ദ മെയ്ഡൻസ് ഓഫ് ദ വില്ലേജ് ഓഫ് നമുവാന സിംഗിങ് എ സ്ട്രേഞ്ച് ചാൻറ്റ്. നമുവാനയിലെ സ്ത്രീകൾ, ആ സ്ഥലത്തെ സ്ത്രീകൾ എല്ലാവരും കൂടിയിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പാട്ട് പാടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. And if you look very carefully as the chant, if you look very carefully down into the water of the bay, you will see giant turtles rise one by one to lie on the surface listening to the music. That means അങ്ങനെ ആ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ്, വളരെ വലുതും ചെറുതുമായിട്ടുള്ള ആമകൾ ഒന്നിന് പുറകെ 1 by 1 ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ആ പാട്ട് കേൾക്കാനെന്ന പോലെ കരയിലേക്ക് ഇങ്ങനെ വരുന്നത് കാണാമെന്നാണ് പറഞ്ഞത്. അതൊക്കെ അവിടുത്തെ ഒരു സ്ട്രേഞ്ച്
കസ്റ്റമാണ്, സ്ട്രേഞ്ച് ആചാരമാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, this is not a fairy tale, it actually does take a place and the water in the areas is forbidden for the fishing of turtles. ഇതൊരു ഫെയറി ടെയിൽ അല്ല, അതായത് ഇതൊരു കെട്ടുകഥയല്ല, ശരിക്കും നടക്കുന്നതാണ്. ഇറ്റ് ആക്ച്വലി ഡസ് ടേക്ക് ദ പ്ലേസ്, ഇത് ശരിക്കും നടക്കുന്ന ഒരു കഥയാണ്. ആൻഡ് ദ വാട്ടർ ഇൻ ദിസ് ഏരിയ ഈസ് ഫോർബിഡൻ ഫോർ ദ ഫിഷിംഗ് ഓഫ് ടേർട്ടിൽസ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്തെ ആമകളെ പിടിക്കുന്നതൊക്കെ ഫോർബിഡൻ ചെയ്തിട്ടുണ്ട്, അതായത് നിരോധിച്ചിട്ടുണ്ട്. ആ ഭാഗത്തുനിന്ന് ഒരിക്കലും ആമയെ പിടിക്കാൻ പാടില്ല, അതൊക്കെ നിരോധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി വേറൊരു സംഭവം കൂടി നടക്കുന്നുണ്ട്. another interesting sideline to this performance is that if any member of the nearby village of Nabukelvu is present, then the turtles will not rise to the surface of the bay and the turtle calling will have to be abandoned. വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥ കൂടിയുണ്ട്. അതെന്താ പറയുന്നത്, ഇവരുടെ തൊട്ടടുത്തുള്ളൊരു ഗ്രാമമുണ്ട്, അതെന്താണ് നെബുക്കെലേവു എന്നാണ് പറയുന്നത്. അവരുടെ തൊട്ടടുത്ത ഈ നമുവാന വില്ലേജിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഗ്രാമമാണ് നബുക്കെലേവു എന്ന് പറയുന്ന ഒരു ഗ്രാമം. അവിടെ നിന്ന് ഏതെങ്കിലും ഒരു അംഗം ഈ ആമയെ വിളിക്കുന്ന, ഈ നമുവാന വില്ലേജിലെ സ്ത്രീകൾ ആമയെ വിളിക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടെങ്കിൽ ഒരാമ പോലും പുറത്തേക്ക് വരില്ല എന്നാണ് പറയുന്നത്. is present that the turtles will not rise to the surface of the bay. ഒരു ആമ പോലും ആ പുറത്തേക്ക് വരില്ല. കാരണം എന്താണ്, അവരുടെ അടുത്തുള്ള സ്ഥലത്തെ ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരാമ പോലും പുറത്തേക്ക് വരില്ല. മാത്രമല്ല, ആൻഡ് ദ ടർട്ടിൽ കോളിംഗ് വിൽ ഹാവ് ടു ബി അഡാൻറ്റൻഡ്. അതുകൊണ്ട് തന്നെ ആ പാട്ട് പാടുന്ന പെണ്ണുങ്ങൾക്ക് അവരുടെ പാട്ട് നിർത്തേണ്ടതായിട്ടും വരും എന്നാണ് പറയുന്നത്. ആൻഡ് as is usually the case with such strange ceremonies and customs in Fiji, the turtle calling is based on the ancient legends still passed on from father to son among the Fijian people of Kadavu. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ആചാര രീതികൾ, ഇത്തരത്തിലുള്ള ഈ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് ഒക്കെ ഇങ്ങനെ പതിവാണെങ്കിലും ഈ ഫിജിയിലെ ആമയെ വിളിക്കുന്നതിന് പിന്നിലൊരു കഥയുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് കഥ? based on the ancient legends still passed on from father to son. എന്താ പറയുന്നത്, ഈ ഐതിഹ്യം, ഈ ഒരു കഥ എന്ന് പറയുന്നത് ജനങ്ങളിലൊക്കെ പാട്ടാണ്. ജനങ്ങൾക്കിടയിൽ ഈ ഐതിഹ്യം അച്ഛനിൽ നിന്ന് മകനിലേക്ക് എന്ന വണ്ണം അങ്ങനെ പകർന്നുകൊണ്ടേ ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. എമംഗ് ദ ഫിജിയൻ പീപ്പിൾ ഓഫ് കടവ്. അങ്ങനെ ആ ഫിജിയൻ പീപ്പിളിനെ എല്ലാവർക്കും ഈ ഒരു ഐതിഹ്യത്തിനെ കുറിച്ചിട്ട് അറിയാം. അപ്പോൾ എന്താണ് ആ കഥ എന്നാണ് പറയുന്നത് കേട്ടോ. And many years ago, in the beautiful village of Namuana, on the island of Kadavu, lived in very lovely princess called Tinaikobaga, who was the wife of the chief of Namuana village. അപ്പോൾ എന്താ പറയുക, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ കടാവ് എന്ന ദ്വീപിൽ നമുവാന എന്നുള്ള ഗ്രാമത്തിൽ തിനൈക്കൊബോഗ എന്ന പേരിൽ ഒരു സുന്ദരിയായ നല്ല ഭംഗിയുള്ളൊരു രാജകുമാരി ഉണ്ടായിരുന്നു. And ഇവിടെ very lovely princess called Tinaikoba, who was the wife of the chief of Namuana village. അത് ആരായിരുന്നു? അവിടുത്തെ ആ നമുവാന വില്ലേജിലെ ചീഫ്, അതായത് മൂപ്പൻ എന്നൊക്കെ പറയില്ലേ, അവിടുത്തെ ഒരു മെയിൻ ആൾ, ലീഡർ, അയാളുടെ ഭാര്യയായിരുന്നു അവർ. ആൻഡ് lovely princess who was the wife of the chief of Namuana village. Tinaikoba had a charming daughter called റോഡലീസ്. അപ്പോൾ ഈ ടിനൈക്കോബയ്ക്ക് ഒരു നല്ല ഭംഗിയിലൊരു മകളും ഉണ്ടായിരുന്നു, അവളുടെ പേരായിരുന്നു റോഡലീസ് എന്ന് പറയുന്നത്. and the two women often went fishing on the reefs around their home. അപ്പോൾ അവർ എന്ത് ചെയ്യും, എന്നും അവരുടെ വീടിന് ചുറ്റുമുള്ള പാറക്കൂട്ടങ്ങളിൽ പോയിരുന്നിട്ട് ഈ രണ്ട് സ്ത്രീകളും കൂടിയിട്ട് മീൻ പിടിക്കുകയായിരുന്നു. And once Tinaikoba and Rodalis went further afield than usual. They waded out onto the submerged reefs which stretch out from the rocky headline to the east of the bay on which Namuana village is situated. അപ്പോൾ എന്താ പറയുന്നത്, അപ്പോൾ ഒരിക്കലും അവർ സാധാരണ പോകുന്നതിനേക്കാൾ കുറച്ച് ദൂരത്തേക്ക് പോയി മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. നോക്കൂ, വൺസ് Tinaikoba and Rodalies went further afield than usual. പതിവായിട്ട് പോകുന്നതിനേക്കാൾ കൂടുതൽ ദൂരത്തിൽ അവർ മീൻ പിടിക്കാൻ പോയി. And they waded out into the submerged reefs which stretch out from the rocky headland to the east of the bay on which Namuana village is situated. അപ്പോൾ ഈ പാറക്കെട്ടിൻ്റെ മുകൾക്ക് അവർ കഷ്ടപ്പെട്ട് കയറി. എന്നിട്ട് എന്ത് ചെയ്തു, അവർ വല്ലാതെ ഈ മീൻ പിടിക്കലിൽ വളരെയധികം എൻഗേജ്ഡ് ആയിപ്പോയി.
ആൻഡ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു കപ്പൽ വരുന്നത് അവർ കണ്ടില്ല. ദേ വെയിറ്റഡ് ഓൺ ടു സബ്മേർജ്ഡ് റീസ് വിച്ച് സ്ട്രെച്ച് ഔട്ട് ഫ്രം ദ റോക്കി ഹെഡ്ലൈൻ ടു ദ ഈസ്റ്റ് ഓഫ് ദ ബേ ഓൺ വിച്ച് നമോന വില്ലേജ് ഈസ് സിറ്റുവേറ്റഡ്. അപ്പോൾ എന്താ ഓക്കെ, മീൻ പിടിക്കലിൽ അവർ ഫുൾ എൻഗേജ്ഡ് ആയതുകൊണ്ട് അവർ വേറെ ഒന്നും ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു യുദ്ധക്കപ്പൽ വരുന്നത് അവർ അറിഞ്ഞില്ല. ആൻഡ് ഒരു മിനിറ്റ്. ദേ ബിക്കെയിം സോ എൻഗ്രോസ്ഡ് വിത്ത് ദ ഫിഷിംഗ് ദാറ്റ് ദേ ഡിഡ് നോട്ട് നോട്ടീസ് ദ സ്റ്റെൽത്തി അപ്രോച്ച് ഓഫ് എ ഗ്രേറ്റ് വാർക്കാനോ ആൻഡ് ഫിൽഡ് വിത്ത് ഫിഷർമാൻ ഫ്രം ദ നിയർ ബൈ വില്ലേജ് ഓഫ് നബുക്കലേവു. അവരിങ്ങനെ ഇതിൽ കൂടുതലായിട്ട് എൻഗേജ്ഡ് ആയതുകൊണ്ട് തന്നെ യുദ്ധക്കപ്പൽ വരുന്നത് അവർ കണ്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് അടുത്ത ഗ്രാമമായിട്ടുള്ള ഈ നബൂക്കലേവു എന്ന് പറയുന്ന ആ ഗ്രാമത്തിലെ മുക്കുവന്മാരായിരുന്നു അതിൽ നിറയുണ്ടായിരുന്നത്, ആ യുദ്ധക്കപ്പലിൽ ഫുള്ളായിട്ട് ഉണ്ടായിരുന്നത്. ആൻഡ് this village is situated in the shadow of a Mount Washington, the highest mountain on Kadavu Island. And ഈ കടാവ് ദ്വീപിലെ ഏറ്റവും വലിയ പർവ്വതം, ഏറ്റവും വലിയ മൗണ്ടെയിൻ ആയിട്ടുള്ള മൗണ്ട് വാഷിങ്ടന് താഴെയായിരുന്നു ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ മൗണ്ട് വാഷിങ്ടൺ താഴെയായിരുന്നു ഈ ഗ്രാമം സ്ഥിതി ചെയ്തിരുന്നത്. ആൻഡ് ദിസ് വില്ലേജ് മീൻസ് ഈ നബൂക്കലേവ് എന്ന് പറയുന്ന വില്ലേജ് കേട്ടോ. ദിസ് വില്ലേജ് സിറ്റുവേറ്റഡ് ഇൻ ദ ഷാഡോ ഓഫ് മൗണ്ട് വാഷിങ്ടൺ. മൗണ്ട് വാഷിങ്ടൺ എന്ന് പറയുന്ന വലിയ പർവ്വതത്തിൻ്റെ താഴെയായിരുന്നു ഇത് സ്ഥിതി ചെയ്തിരുന്നത്. ആൻഡ് ടുഡേ മൗണ്ട് വാഷിങ്ടൺ ഈസ് വെൽ നോൺ ടു ദ മെറൈനേഴ്സ് ബിക്കോസ് ദർ ഈസ് എ സ്പ്ലെൻഡിഡ് ലൈറ്റ് ഹൗസ് ദർ. അപ്പോൾ ഇന്ന് ഈ ഒരു മൗണ്ട് വാഷിങ്ടൺ എന്ന് പറയുന്ന അത് പർവ്വതം അറിയാത്ത ആൾക്കാരുണ്ടാവില്ല, നാവികന്മാരുണ്ടാവില്ല. കാരണം എന്താണ്, ഇവിടെ ഒരു നല്ല ലൈറ്റ് ഹൗസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ എല്ലാവരും പറയും. ആൻഡ് വാണിംഗ് ദം ഓഫ് ദ ഡേഞ്ചേഴ്സ് ഓഫ് ദ റോക്കി കോസ്റ്റ് ലൈൻ. എന്താ പറയുന്നത് ഇവിടെ. അപ്പോൾ ഈ പാറ നിറഞ്ഞിട്ടുള്ള ഈ ഒരു കോസ്റ്റൽ തീരത്തെ കുറിച്ചിട്ട് വാണിംഗ് ദം ഓഫ് ഡേഞ്ചേഴ്സ് ഓഫ് ദ റോക്കി കോസ്റ്റ്, ഈ റോക്കി കോസ്റ്റ് ലൈനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ ഡേഞ്ചറസ്, അതിൻ്റെ അപകടത്തിനെ കുറിച്ചിട്ട് എപ്പോഴും ഈ നാവികർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നത് ഈ ലൈറ്റ് ഹൗസ് ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നാവികന്മാർക്ക് ആർക്കും ഈ ഒരു ലൈറ്റ് ഹൗസ് അറിയാതിരിക്കില്ല. അവിടുത്തെ അപകടത്തിനെ കുറിച്ചിട്ട് മുന്നറിയിപ്പ് കൊടുക്കുന്നത് ഈ ലൈറ്റ് ഹൗസ് ആണ് എന്നാണ് പറയുന്നത്. And suddenly the fisherman leaped from their canoe and seized the two women, bound their hands and feet with wine. അപ്പോൾ പെട്ടെന്ന് തന്നെ അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ആ രണ്ട് സ്ത്രീകൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് യുദ്ധക്കപ്പൽ വരുന്നത്. അപ്പോൾ ഇവരത് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്തു, ഈ ഇവർ തങ്ങളുടെ വള്ളങ്ങളിൽ നിന്ന് പെട്ടെന്ന് ചാടി ഇറങ്ങി ഈ സ്ത്രീകളെ കടന്നു പിടിക്കുകയാണ്. And their hands, two women bound their hands and feet with wine. Wine means മുന്തിരിവള്ളി. ഈ മുന്തിരിവള്ളി കൊണ്ട് അവരുടെ കൈകാലുകളൊക്കെ ബന്ധിച്ച ശേഷം അവരെ തങ്ങളുടെ വഞ്ചിക്ക് കയറ്റിയിട്ടു. ടോസ്ഡ് them into the bottom of the canoe and set off in a great haste for home. അതിനുശേഷം അവരെന്ത് ചെയ്തു, വേഗത്തിൽ അവരുടെ ഗ്രാമത്തിലേക്ക് തുഴഞ്ഞുപോയി. And although the women pleaded for their lives, the cruel warriors from Nabukalev did not listen to their entreaties. അപ്പോൾ ഈ സ്ത്രീകൾ അവരുടെ ജീവന് വേണ്ടിയിട്ട് ഇങ്ങനെ ഉറക്കെ കരയുന്നുണ്ട്. പക്ഷേ നെബുക്കലേവിലെ ക്രൂരായിട്ടുള്ള ആൾക്കാർ അമുക്കുവരെ ഇവരുടെ കരച്ചിലൊന്നും കേട്ടില്ല. And the gods of the sea, however, were kind, and soon a great storm arose and the canoe was tossed about by huge waves which almost swamped it. അപ്പോൾ പക്ഷേ ഈ കടലിൻ്റെ ദേവന്മാർ, അവർക്കൊക്കെ ഈ കടലിൻ്റെ ദേവന്മാർ, എന്താണ് കടലമ്മ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ ഈ കടലിൻ്റെ ദേവന്മാർ വളരെ ദയുള്ളവരായിരുന്നു. ആൻഡ് സൂൺ എ ഗ്രേറ്റ് സ്റ്റോം എറൗസ്, ഒരു വലിയ കൊടുങ്കാറ്റടിക്കുകയും അതുകൊണ്ട് തന്നെ ആ വഞ്ചി ഈ തിരമാലകളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ ആടിയൊലയും ചെയ്തു. ഗ്രേറ്റ് സ്റ്റോം എറോസ് ആൻഡ് ദ കാനോ വാസ് ടോസ്ഡ് അബൌട്ട് ബൈ ഹ്യൂജ് വേവ്സ്. ആ തിരമാലകളിൽ അതിങ്ങനെ അങ്ങോട്ടും ആടി, വിച്ച് ഓൾമോസ്റ്റ് സ്വാംപ്ഡ് ഇറ്റ്. അതിൻ്റെ അതിങ്ങനെ മുങ്ങാറാവുകയും ചെയ്തു. ദെൻ ആസ് ദ കാനോ ഫൗണ്ടഡ് ഇൻ ദ സീ, ആ വഞ്ചി മുങ്ങും അല്ലെങ്കിൽ എല്ലാവരും രക്ഷപ്പെടുമോ എന്നുള്ളൊരു ആ സംശയത്തിൻ്റെ സമയത്ത് എന്തുണ്ടായി, ദ ഫിഷർമാൻ വേർ അസ്റ്റൗണ്ടഡ് ടു നോട്ടീസ് ദാറ്റ് ദ ടു വിമൺ ലൈയിങ് ഇൻ ദ വാട്ടർ ഇൻ ദ ഹോൾഡ് ഓഫ് ദ കാനോ. അപ്പോൾ അവരൊക്കെ ഞെട്ടിച്ച്, ആ മുക്കുവന്മാരെയൊക്കെ ഞെട്ടിച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി. എന്തായി, ഈ വഞ്ചിയിൽ പിടിച്ചുകൊണ്ട് വെള്ളത്തിൽ കിടക്കുന്ന ആ രണ്ട് സ്ത്രീകളും എന്തായിട്ട് മാറി, മീൻസ് നോട്ടീസ് ദ ടു വിമൻ ലൈയിങ് ഓൺ ദ വാട്ടർ ഇൻ ദ ഹോൾഡ് ഓഫ് ദ കാനോ ഹാഡ് സഡൻലി ചേഞ്ച് ഇൻ ടു ടേർട്ടിൽസ്, രണ്ട് ആമകളായിട്ട് മാറി.
and to save their own lives the men seized them and threw into the sea. അപ്പോൾ ഈ അവരുടെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ആ ആമകളെ കടലിലേക്കിട്ടു. അവരിനെ ആ കടലിലേക്ക് ഇട്ട അതുപോലെ തന്നെ എന്തുണ്ടായി, അവരുടെ അന്തരീക്ഷമൊക്കെ മാറി നല്ല കാമാൻ ക്വയറ്റായി. ശരീരമൊക്കെ അല്ല അവിടത്തേക്ക് ആ വലിയ ഒരു ഭയാനകമായിട്ടുള്ള അന്തരീക്ഷമൊക്കെ മാറി അവിടെ വളരെ കാമായി ആ ഒരു അന്തരീക്ഷം എന്നാണ് പറയുന്നത്. ആസ് ദേ സ്ലിപ്ഡ് ഓവർ ദ സൈഡ് ഓഫ് ദ കാനോ ദ വെതർ ചേഞ്ച് ആൻഡ് ദെർ വെർ നോ മോർ വേവ്സ്. പിന്നെ അവിടെ ഒരു തിരമാലകളോ അല്ലെങ്കിൽ കാറ്റോ മഴയോ ഒന്നും ഉണ്ടായില്ല പിന്നെ. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ എടുക്കാം അതിൻ്റെ ബാക്കി കേട്ടോ.